ഹലോ, ഐ എം അജിത മിസ് ആർ.കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ്. ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മെസ്സേജിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്, ക്ലോക്ക്. അതായത് ഗുഡ് റിലേഷൻസ് ആർ ലൈക്ക് നീഡിൽസ് ഓഫ് എ ക്ലോക്ക്. ദേ മീറ്റ് സംടൈംസ് ബട്ട് ഓൾവേസ് ജോയിൻ ടുഗദർ. നല്ല ബന്ധങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു ക്ലോക്കിൻ്റെ നീഡിൽസിനെ പോലെ എന്നാണ് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ക്ലോക്കിനെ പറ്റിയാണ്. ഈ ക്ലോക്കിനെ പറ്റി നമുക്ക് പല കോമ്പറ്റീവ് എക്സാംസിനും, ബാങ്ക് എക്സാംസ്, PSC എക്സാംസ്, അതുപോലെ സ്റ്റാഫ് സെലക്ഷൻ്റെ എക്സാംസിനൊക്കെ ചോദിക്കാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ക്ലോക്കാണ്. ഈ ക്ലോക്കിന് മൊത്തം 2 നീഡിൽസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു അവർ ഹാൻഡും രണ്ടാമത്തത് ഒരു വലിയ ഹാൻഡ്, അത് മിനിറ്റ് ഹാൻഡാണ്. ഇത് മൊത്തം 360 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് ഓരോന്നും ഒരു 12 ഡിവിഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 12 മണിക്കൂറിൽ ഈ അവർ ഹാൻഡ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഒരു അവറിൽ എത്ര വരും? 30 ഡിഗ്രി വരും. അവർ ഹാൻഡ് 30 ഡിഗ്രിയാണ് 1 അവറിൽ വരുന്നത്. എന്നാൽ 1 അവറിൽ ഈ മിനിറ്റ് ഹാൻഡ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. എന്നാൽ ഒരു മിനിറ്റിന് എത്ര വരും? 6 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ ക്ലോക്കിന്റെ നീഡിൽസ് റൈറ്റ് ആംഗിൾ വന്നാൽ അത് 50 മിനിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യും. ഇത് ഓപ്പോസിറ്റ് വന്നാലോ 30 മിനിറ്റ്സിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കോമ്പറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട്, ഈ 2 നീഡിൽസും ഓപ്പോസിറ്റ് വരുന്നത് എത്ര ടൈംസ്? ഓപ്പോസിറ്റ് വരുന്നത് എത്ര ടൈംസ്? ദെൻ കോയിൻസൈഡ് ചെയ്യുന്നത് എത്ര ടൈംസ്? കോയിൻസൈഡ് ചെയ്യുന്നത് എത്ര ടൈംസ്? ദെൻ നേർക്ക് നേരെ സെയിം ലൈനിൽ വരുന്നത് എത്ര ടൈംസ്? റൈറ്റ് ആംഗിളിൽ വരുന്നത് എത്ര ടൈംസ്? ഇങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻസ് എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്നത് 22 ടൈംസ് ആണ്. കോയിൻസൈഡ് ചെയ്യുന്നതും 22 ടൈംസ് ആണ്. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് സെയിം ലൈനിൽ വരുന്നത് 44 ടൈംസ് വരും. റൈറ്റ് ആംഗിളിൽ വരുന്നതും 44 ടൈംസ് ആണ്. ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഈ 4 എണ്ണത്തിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ആക്കാൻ പറ്റും. ഈ എക്സാംസിന് ചോദിക്കുന്ന കൃത്യമായ ക്വസ്റ്റ്യൻസോടെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൊണ്ടുപോയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ ആദ്യം എടുക്കുന്നത്, ഈ ക്ലോക്കിനെ എടുത്ത് നമ്മൾ മിററിന് മുന്നിൽ കാണിച്ചാൽ, കണ്ണാടിയിൽ കാണിച്ചാൽ കാണിക്കുന്ന സമയത്തിനെ പറ്റിയാണ്. ഇപ്പോൾ ക്ലോക്കിൽ സമയം 11, കണ്ണാടിയിൽ കാണിക്കുന്ന സമയം എത്രയാണ്? 12ൽ നിന്നും 11 മൈനസ് ചെയ്യുക, 1 ആയിരിക്കും. ക്ലോക്കിൽ സമയം 1, കണ്ണാടിയിൽ കാണിക്കുന്ന സമയം എത്രയാണ്? 12ൽ നിന്നും 1 മൈനസ് ചെയ്യുക, 11 ആയിരിക്കും. എന്നാൽ സമയം 8 ആണെങ്കിലോ 12ൽ നിന്നും 8 മൈനസ് ചെയ്യുക. എന്നാൽ സമയം 4 ആണെങ്കിലോ 12ൽ നിന്ന് 4 മൈനസ് ചെയ്യുക, അതായിരിക്കും. അപ്പൊ അതായത് ഇവിടെ വരുന്ന ആൻസർ ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 12 ആയിരിക്കും, ഇവിടെ 4 ആയിരിക്കും, ഇവിടെ 8 ആയിരിക്കും. ഇനി ഞാൻ കുറച്ച് സമയം കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചോളുക. 2:40 തന്നിരിക്കുന്ന സമയം 11ൽ താഴെയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ 12 എന്നുള്ള സമയത്തിനെ 11:60 ആയിട്ടും 24 മണിക്കൂറിനെ 24 അവേഴ്സിനെ 23.60 ആയിട്ട് കാണുക. ഇതുപോലെ മിനിറ്റ്സ് വന്നാൽ, അപ്പോൾ ഈ തന്നിരിക്കുന്ന സമയം 11ൽ താഴെയാണെങ്കിൽ അതിൽ നിന്നും 2:40 ആണ് മൈനസ് ചെയ്തത്. അതായത് ഇവിടെ കാണിക്കുന്ന സമയം 9:20 ആയിരിക്കും. എന്നാൽ 5:40 ആണെങ്കിലോ 6:20 ആയിരിക്കും കാണിക്കുന്നത്. എന്നാൽ 10:25 ആണെങ്കിലോ 10:25 ആണെങ്കിലോ കാണിക്കുന്ന സമയം എത്രയായിരിക്കും? 1:35 ആയിരിക്കും. എന്നാൽ 11:15 ആണെങ്കിലോ അത് 11ൽ മുകളിലാണ്. അതായത് 11:15 എന്ന് പറഞ്ഞത് 23:60 നിന്ന് വേണം നമ്മൾ മൈനസ് ചെയ്യുന്നത്. ഇപ്പോൾ എത്രയായിരിക്കും? 45, 12:45 ആയിരിക്കും കഴിയുന്നത്. ഇപ്പോൾ സമയം 12:10. 23:60 നിന്ന് 12:10 മൈനസ് ചെയ്യുക, 5:0, 11:50 ആയിരിക്കും കണ്ണാടിയിൽ കാണിക്കുന്ന സമയം. അടുത്തത് നമ്മൾ നോക്കുന്നത്, ഈ അവർ ഹാൻഡിന് ഒരു സമയം കാണിച്ചാൽ അതിന്റെ ആ അവർ ഹാൻഡിനും മിനിറ്റ് ഹാൻഡിനും ഇടയ്ക്ക് വരുന്ന ഡിഗ്രി അളവിനെ പറ്റിയാണ്. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് സമയം 4:30 ആണ്. ഇവിടെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് തന്നെ 4:30. ഈ 4:30 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ 2 പോർഷൻസ് വരും, 2 പാർട്ടാണ് വരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഒരു പാർട്ട് 30 ഡിഗ്രിയാണ്. അപ്പൊ 2 പാർട്ട് എന്നുള്ളത് 60 ഡിഗ്രി ആയിരിക്കും. ആ 60 ഡിഗ്രിയിൽ നിന്ന് കുറച്ച് മനസ്സിലാക്കാനുള്ളത്, ഈ 4:30 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അവർ ഹാൻഡ് കുറച്ച് ഭാഗം ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. ആ കുറച്ച് ഭാഗം എന്ന് വെച്ചാൽ അകത്തോട്ടാണ് നീങ്ങിയിരിക്കുന്നത്.
അത് ഒരു കുറവിനെ കാണിക്കും. പുറത്തോട്ടാണ് നീങ്ങിയിരിക്കുന്നെങ്കിൽ അത് കൂടുതലായിരിക്കും കാണിക്കുന്നത്. ഇപ്പൊ ഇത് എത്ര കുറവാ കാണിക്കുന്നു പറഞ്ഞാല് 4:30 കിടക്കുന്ന ഈ 30 മിനിറ്റിന്റെ പകുതി എടുത്ത് ഇതിൽ നിന്നും മൈനസ് ചെയ്യുക. അപ്പൊ 45 ഡിഗ്രി ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ സമയം 12:15 ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത് 12:15 അതാണ് ബോർഡിൽ കാണുന്നത്. 12:15 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 3 പോർഷൻസ് വരും. അതായത് 3 × 30 വരും. ഇനി നമ്മൾ ചിന്തിക്കാൻ ഉള്ളത് ഇത് ഡിഗ്രി അളവിന്റെ പകുതി എടുത്ത് നമ്മൾ അത് ആഡ് ചെയ്യണോ മൈനസ് ചെയ്യണോ എന്നാണ്. 12:15 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചെറിയ നീഡില്, അതായത് അവർ ആൻഡ് കുറച്ച് അകത്തോട്ടാണ് നിൽക്കുന്നത്. അതായത് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. 15ന്റെ പകുതിയായ 7.5 എടുത്ത് നമ്മൾ മൈനസ് ചെയ്യുക. 90ൽ നിന്ന് 7.5 മൈനസ് ചെയ്യുക. 82.5 ആയിരിക്കും ആൻസർ. ഇപ്പോൾ സമയം 4:35. അപ്പോൾ ചെറിയ നീഡില് 4ലോട്ടും വലിയ നീഡില് 7ലോട്ടും കാണിക്കുകയാണ്. ഇവിടെ 1, 2, 3 പോർഷൻസ് ഉണ്ട്. അപ്പൊ 3 പോർഷൻസ് 3 × 30. നമുക്കറിയാം ഈ 4 നിൽക്കുന്ന ചെറിയ നീഡില് അവർ ആൻഡ് കുറച്ച് അകത്തോട്ടായിരിക്കും നീങ്ങി നിൽക്കുന്നത്. അതായത് 90ൽ നിന്ന് 35ന്റെ ഹാഫ് എടുക്കുക. അതായത് 17.5 മൈനസ് ചെയ്യുക. 90 മൈനസ് 17.5 72.5 ആയിരിക്കും ആൻസർ. ഇത് എക്സാമിന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഒരു സർക്കിൾ ഇട്ടിട്ട് ഈ പോർഷൻസ് ഇങ്ങനെ കാണിച്ചിട്ട് ഈ സമയം ഇവിടെ ലൊക്കേറ്റ് ചെയ്ത് കാണിച്ചാൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ആക്കാൻ പറ്റും. ഇപ്പോൾ സമയം 5:20 ആകുമ്പോൾ ചെറിയ നീഡില് 5ലോട്ടും വലിയ നീഡില് 4ലോട്ടുമാണ് ഇരിക്കുന്നത്. ഈ ഒരു പോർഷനാണ്. നമുക്കറിയാം ഈ 5 എന്ന് പറയുന്നതും ഏതാണ്ട് കുറച്ച് ഭാഗം നീങ്ങി എക്സ്ട്രാ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഡിഗ്രി എന്നുള്ളത് 30 ഡിഗ്രിയും. അപ്പോൾ എക്സ്ട്രാ ഇങ്ങോട്ട് മാറി 5 കൂടുതലായതുകൊണ്ട് അവിടുത്തെ സൈൻ പ്ലസ് ആയിരിക്കും. ആ കൂടുതൽ എന്ന് പറഞ്ഞത് മിനിറ്റിന്റെ പകുതിയായ 10 കൂടി ചേർന്നായിരിക്കും. അങ്ങനെ ടോട്ടൽ 40 ഡിഗ്രി ആയിരിക്കും. ക്ലോക്കിന്റെ കേസിൽ ചില എക്സംഷൻ കേസുകളുണ്ട്. അതാണ് 1:05, 2:10, 3:15, 4:20, 5:25, 6:30, 7:35. അപ്പൊ ആ മോഡൽ ഞാൻ ഈ പോർഷൻസിന്റെ ലാസ്റ്റ് പാർട്ടായിട്ട് പറഞ്ഞുതരാം. ഞാനത് 3 മാത്രം ഇവിടെ റൗണ്ട് ചെയ്തിടുകയാണ്. ഇപ്പോൾ സമയം 2:30. സമയം 2:30 ആണെങ്കിൽ ചെറിയ നീഡില് 2ലോട്ടും വലിയ നീഡില് 6ലോട്ടുമാണ് ഇരിക്കുന്നത്. ഇവിടെ എത്ര പോർഷൻസ് ഉണ്ട്? 1, 2, 3, 4. 4 പോർഷൻസ് ആകുമ്പോൾ 4 × 30 120. അത് ഈ ചെറിയ നീഡില് 2ന് അകത്തായിട്ട് നിൽക്കുന്നത് കൊണ്ട് 30ന്റെ പകുതിയായ 15 എടുത്ത് മൈനസ് ചെയ്യുക. 105 ഡിഗ്രി ആയിരിക്കും ആൻസർ. ചില എക്സംഷണൽ കേസുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഏതൊക്കെയാന്ന് നോക്കാം. അതായത് അവർ ആൻഡ് മിനിറ്റ് ആൻഡും ഒരുപോലെ വരുന്ന കേസുകൾ 1:05, 2:10, 3:15 അങ്ങനെയുള്ളത്. അങ്ങനെ ഒരേപോലെ വരികയാണെങ്കിൽ അവർ ആൻഡും മിനിറ്റ് ആൻഡും ഒരേ സ്ഥലത്ത് തന്നെ വരികയാണെങ്കിൽ അവിടെ എന്തായാലും ഒരു ഡിഗ്രി ഉണ്ടാവും. ആ ഡിഗ്രി എങ്ങനെയാണ് വേഗത്തിൽ കണ്ടുപിടിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന സമയം ഇപ്പോൾ 1:05 ആ മിനിറ്റിന്റെ പകുതി മാത്രം എടുത്താൽ മതി. 2.5 ഡിഗ്രി ആയിരിക്കും. 5:25 അപ്പൊ 25ന്റെ പകുതി മാത്രം 12.5 ഡിഗ്രി എടുക്കുക. അതുപോലെ തന്നെ 4:20 ആകുമ്പോൾ 20ന്റെ പകുതി എടുക്കുക. എത്ര വരും? 10 ഡിഗ്രി. അതായത് ഒരു അവർ ആൻഡും മിനിറ്റ് ആൻഡും ഒരേ സ്ഥലത്ത് തന്നെ വരുവാണെങ്കിൽ ആ മിനിറ്റിന്റെ ഹാഫ് മാത്രം എടുത്താൽ മതി. മറ്റൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരില്ല. വളരെ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഈ ക്ലോക്കുകൾ കോയിൻസൈഡ് ചെയ്യുന്നത്, റൈറ്റ് ആംഗിളിൽ വരുന്നത്, ഓപ്പോസിറ്റില് വരുന്നത്. ഈ 3 കാര്യങ്ങളെ പറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു 60/11 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് നോക്കാം. ഈ 60/11നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 60/11 തന്നെയായിരിക്കും. അതായത് 5/11 എന്ന് എഴുതാം. എന്നാൽ 2 × 60/11 വന്നാലോ 120/11 ആയിരിക്കും. അതായത് 10/11 ആയിരിക്കും. ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ദെൻ 3 × 60 എന്ന് പറഞ്ഞാൽ ഇവിടെ 3 × 60 എന്നാൽ 180/11 ആയിരിക്കും. അപ്പോൾ ഇനിയുള്ള ഡിവിഷൻസ് ഒക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാതെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ ഹോൾ നമ്പറായ 5ന്റെ കൂടെ ഈ 11 ആഡ് ചെയ്യുക. അപ്പോൾ 16 വരും. ദെൻ ആൻസർ ഈസ്, ഇതിൽ നിന്ന് 1 ലെസ് ചെയ്യുക, 4/11. ദെൻ നെക്സ്റ്റ് ഇവിടെ എന്ന് പറഞ്ഞത്
4x60/11 ആണ്. 240/11. 240/11 എന്ന് പറഞ്ഞാൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. 10ന്റെ കൂടെ 11 ആഡ് ചെയ്യുക, 21 വരും. ഇതിൽ നിന്ന് 1 ലെസ് ചെയ്യുക, 9/11 ആയിരിക്കും. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇവിടെ നമ്മൾ 3 കൊണ്ടാണ് ചെയ്തത്, ഇവിടെ 4 കൊണ്ട് ചെയ്തു, ഇനി 5 കൊണ്ട്. 300/11. 300/11 കാൽക്കുലേറ്റ് ചെയ്തതിന് ഡിവൈഡ് ചെയ്യേണ്ട ഈ ഓർഡർ നോക്കിയാൽ മതി. ഇതിന്റെ കൂടെ ഒരു 11 ആഡ് ചെയ്യുക, 16 11 ആഡ് ചെയ്യുമ്പോൾ 27 വരും. ദെൻ 4ൽ നിന്ന് 1 ലെസ് ചെയ്യുക, 3/11 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ 1 2 3 4 5 6 × 60/11 360/11 ആണ്. അതിന് നമ്മൾ ഈ ഒരു ഓർഡർ പഠിക്കുക. 21ന്റെ കൂടെ 11 ആഡ് ചെയ്യുമ്പോൾ 32 വരും. ഇതിൽ നിന്ന് 1 ലെസ് ചെയ്യുക, 8/11 ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ രണ്ട് ഹാൻഡ്സും കോയിൻസൈഡ് ചെയ്യുന്ന സമയത്തിനെ പറ്റിയാണ്. അതായത് 2നും 3നും ഇടയ്ക്ക് രണ്ട് ഹാൻഡ്സും എത്ര മണിക്കാണ് കോയിൻസൈഡ് എന്ന് കാണാന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിനെ ഇൻറ്റു 60/11 ചെയ്താൽ മതി. അതായത് 120/11, അത് 10/11. അതായത് നമ്മുടെ ആൻസർ വരുന്നത് ആഫ്റ്റർ 2, 2 മണി കഴിഞ്ഞിട്ട് 10:11 10:11 മിനിറ്റ്സിലായിരിക്കും രണ്ട് ഹാൻഡ്സും കോയിൻസൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സമയം എങ്ങനെ എടുക്കാം? ആഫ്റ്റർ, ഒന്നും പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ 4 ഈ 10ന്റെ കൂടെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും വരുന്നത്. 10ന്റെ കൂടെ 21 ഇടുക, 9/11 മിനിറ്റ്സിലായിരിക്കും രണ്ട് ഹാൻഡ്സും കോയിൻസൈഡ് ചെയ്യുന്നത്. ഇനി ആഫ്റ്റർ 6 ആണെങ്കിലോ, 6 to 7 ആണെങ്കിലോ, ആഫ്റ്റർ 6 എന്ന് എഴുതിയിട്ട് ഇതിന്റെ കൂടെ ഒരു 11 ആഡ് ചെയ്യുക, 32 8/11 ആയിരിക്കും കോയിൻസൈഡ്. 32 8/11 മിനിറ്റ്സിലായിരിക്കും ഈ രണ്ട് ഹാൻഡ്സും കോയിൻസൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഈ 8 to 9 ആണെങ്കിലോ, ആഫ്റ്റർ 8 മണി കഴിഞ്ഞിട്ട് ഇതിന്റെ കൂടെ 11 ആഡ് ചെയ്യുക, 43 7/11 മിനിറ്റ്സ് ആയിരിക്കും രണ്ട് ഹാൻഡ്സും കോയിൻസൈഡ് ചെയ്യുന്നത്. 10 to 11 ആണെങ്കിലോ, ആഫ്റ്റർ 10 ഇതിന്റെ കൂടെ 11 ആഡ് ചെയ്യുക, 54 6/11 മിനിറ്റ്സിലായിരിക്കും രണ്ട് ഹാൻഡ്സും കോയിൻസൈഡ് ചെയ്യുന്നത്. അടുത്തടുത്തുള്ള രണ്ട് സമയങ്ങൾക്കിടയിൽ രണ്ട് ഹാൻഡ്സും 90 ഡിഗ്രിയിൽ വരുന്നത് രണ്ട് സമയങ്ങളെ റെപ്രസെന്റ് ചെയ്യും. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. 5 മണിക്ക് ശേഷം രണ്ട് ഹാൻഡ്സും 90 ഡിഗ്രിയിൽ വരുന്നത് എപ്പോഴെന്ന് വെച്ചാൽ, 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3 പാർട്ട്. അപ്പൊ 3 എന്നുള്ള നമ്പർ ഓർത്തു വെക്കുക. ഒന്നാമത്തെ കേസ് 5 - 3 × 60/11 ആയിരിക്കും. രണ്ടാമത്തെ കേസ്, അതായത് ആഫ്റ്റർ 5:30 5 + 3 × 60/11 ആയിരിക്കും. ഇത് വരുന്നത് നമുക്കറിയാം, 2 × 60/11 10/11. ഇത് 8 × 60/11 480/11, അതായത് 43 7/11 മിനിറ്റ്സ് ആയിരിക്കും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആഫ്റ്റർ 5 മണി കഴിഞ്ഞിട്ട് 10:11 മിനിറ്റ്. ഇതാണെങ്കിൽ 5:30 ശേഷം ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. ആഫ്റ്റർ 5 മണി കഴിഞ്ഞിട്ട് 43 7/11 മിനിറ്റ്സിലായിരിക്കും രണ്ട് ഹാൻഡ്സും 90 ഡിഗ്രിയിൽ ആകുന്നത്. ഇപ്പോൾ 7 മണിക്ക് ശേഷം ഈ രണ്ട് ഹാൻഡ്സും 90 ഡിഗ്രിയിൽ ആകുന്നത് ഏതൊക്കെ സമയത്തിലാണ്? അതാണെങ്കിൽ രണ്ട് ടൈമിലാണ് ഇവർ 90 ഡിഗ്രിയിൽ ആകുന്നത്. ഒന്ന് എന്ന് പറഞ്ഞത് 7 - 3 × 60/11, അടുത്തത് 7 + 3 × 60/11, അതായത് 4 × 60/11. 4 × 60/11 അതായത് 240/11. അതായത് ഇത് 600/10 × 60 600/11. ഇത് ഏതൊക്കെ സമയങ്ങളെ കാണിക്കുന്നു എന്ന് വെച്ചാൽ, ആഫ്റ്റർ 7 അതായത് 7 മണി കഴിഞ്ഞിട്ട് 21 9/11 മിനിറ്റ്സിലായിരിക്കും ആദ്യമായിട്ട് ഇവര് 90 ഡിഗ്രിയിൽ ആകുന്നത്. എന്നാൽ ഈ കേസിലാണെങ്കിലോ, ആഫ്റ്റർ 7 7 മണി കഴിഞ്ഞിട്ട് 600/11 എന്ന് പറഞ്ഞാൽ 54 6/11 മിനിറ്റ്സിലായിരിക്കും ഇവർ 90 ഡിഗ്രിയിൽ ആകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് ഹാൻഡ്സും സ്ട്രെയിറ്റ് ലൈൻ നേർരേഖയിൽ വരുന്ന സമയങ്ങളെ കാണിക്കുന്നതാണ്. നേർരേഖയിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്കിന്റെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത്, അതായത് ഈ ഒരു പൊസിഷൻ ആയിരിക്കും. അതായത് 6 പാർട്ട് വരും, 6 പാർട്ട്. ഇപ്പോൾ തന്നിരിക്കുന്ന സമയം ആഫ്റ്റർ 8 ആണെങ്കിൽ, 8 മണിക്ക് ശേഷമാണെങ്കിൽ ഈ 8 മണി എന്നുള്ളത് 6ൽ കൂടുതലാണ്.
അപ്പം 8-ൽ നിന്നും 6 മൈനസ് ചെയ്തിട്ട് ഇൻറ്റു 60/11 കാണിക്കുക. അതായത് 2 ഇൻറ്റു 60/11 നമ്മൾ മുന്നേ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. 120/11 എന്ന് പറഞ്ഞാൽ 10/11 മിനിറ്റ്സ് ആണ്. 10/11 മിനിറ്റ്സ്, അതായത് ആഫ്റ്റർ 8 10/11 മിനിറ്റ്സ് ആയിരിക്കും. തന്നിരിക്കുന്ന സമയം 6-ൽ കൂടുതലാണെങ്കിൽ 6 മൈനസ് ചെയ്യുക. ഇപ്പോൾ സമയം ആഫ്റ്റർ 7 ആണെങ്കിൽ 7 മൈനസ് 6 ഇൻറ്റു 60/11, അതായത് 5/11 മിനിറ്റ്സ് ആയിരിക്കും. അതായത് ആഫ്റ്റർ 7 5/11 മിനിറ്റ്സ് ആയിരിക്കും. എന്നാൽ തന്നിരിക്കുന്ന സമയം 6-ൽ കുറവാണെങ്കിൽ ഈ രണ്ട് ഹാൻഡ്സും നേർക്കുനേരെ വരുന്ന സമയം കാണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ തന്നിരിക്കുന്ന സമയം 2 മണിയാണ്. അതായത് ആഫ്റ്റർ 2 2 മണിക്ക് ശേഷം ഈ രണ്ട് ഹാൻഡ്സും നേർക്കുനേരെ വരുന്നത് ഏതെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന സമയം 6-ൽ കുറവാണ്. അതുകൊണ്ട് 6 + 2 ഇൻറ്റു 60/11 കാൽക്കുലേറ്റ് ചെയ്യുക. 8 ഇൻറ്റു 60/11 480/11 43 7/11 മിനിറ്റ്സ് ആയിരിക്കും. എന്നാൽ ആഫ്റ്റർ 4 ആണെങ്കിലോ 4 മണിക്ക് ശേഷമാണെങ്കിലോ 6 + 4 ഇൻറ്റു 60/11, അതായത് 600/11. അപ്പോൾ കിട്ടുന്ന ആൻസർ 4 മണി കഴിഞ്ഞിട്ട് ഈ 600/11 54 6/11 ആക്കുക. ഇത്രയും മിനിറ്റ്സ് ആയിരിക്കും ആൻസർ. 90 ഡിഗ്രി വന്നാലും നേർക്കുനേരെ വന്നാലും രണ്ട് ഹാൻഡ്സും കാണിക്കുന്ന ടൈമിനെ കാണിക്കാനുള്ള നമുക്ക് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണെങ്കിൽ +3 -3 നോക്കുക. നേർക്കുനേരെ വന്നാൽ സ്ട്രെയിറ്റ് ആയിട്ട് വരും. അത് 6 പാർട്ടാണ്. അപ്പോൾ +6 -6 ആലോചിക്കുക. തന്നിരിക്കുന്ന സമയം 6-ൽ കൂടുതലാണെങ്കിൽ 6 മൈനസ് ചെയ്യുക. 6-ൽ താഴെയാണെങ്കിൽ അതുമായിട്ട് 6 ആഡ് ചെയ്തിട്ട് വീണ്ടും 60/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എല്ലാ കാര്യത്തിലും 60/11 ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്.